വ്യക്തമായ ഒരു ബോധം, കൃത്യമായ എല്ലാത്തിനും അവലോകനം ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കും. ഒന്നിലും അന്ധവിശ്വാസത്തിലേക്ക് പോകാതെ അവനവനിലൊരു വിശ്വാസം, മാതാപിതാക്കളിലൊരു വിശ്വാസം, ഈശ്വരനിലൊരു വിശ്വാസം, സമൂഹത്തിലും രാഷ്ട്രത്തിലും ഒരു വിശ്വാസം വന്ന് നല്ല കുട്ടികളായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു റോങ് കാണുമ്പോൾ, അപ്രതീക്ഷിതമായിട്ടൊരു പ്രശ്നം വരുമ്പോൾ തളരാതെ സ്റ്റക്കാവാതെ ആ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം, ദുഃഖങ്ങൾ വരുമ്പോൾ, ജീവിത പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരീക്ഷകളിൽ എങ്ങനെ സന്തോഷപൂർണ്ണമായിട്ട് മുൻപന്തിയിലെത്താൻ കഴിയും, അതിനെ അതിജീവിക്കാനുള്ള പഠനം കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസ കഥകളിലൂടെയും അതുപോലെ ചരിത്ര പുരുഷന്മാരുടെ ധീരകഥകളിലൂടെയും അതുപോലെ ജീവിതത്തിൻ്റെ ചില ദുഃഖങ്ങൾ, ജനിച്ചാൽ ഒരിക്കലും മരിക്കുമെന്നും പല കഥകളെക്കുറിച്ചും അവരോട് ഭംഗിയായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഭാഗ്യവാന്മാരായ നമ്മൾക്ക് നല്ലൊരു പൈതൃകം, നല്ല ഒരു സംസ്കാരത്തിന് ഉടമകളായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജനിച്ചത്. അതിനെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ ഒന്നിനെയും ഭയക്കാതെ ഏത് സാഹചര്യത്തിലും അവർക്ക് അതിജീവിക്കാൻ കപ്പാസിറ്റിയുള്ള കുട്ടികളായിട്ട്, മാനസികവും ശാരീരികവുമായി കപ്പാസിറ്റിയുള്ള കുട്ടികളായിട്ട് ജീവിക്കാൻ കഴിയും. ഒരു കഥയിലൂടെ ഞാൻ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് അത് പറഞ്ഞു തരാം. വളരെ മഴയുള്ളൊരു ദിവസം ഒരു വണ്ടിക്കാരൻ തൻ്റെ കാളകളുമൊത്ത് സാധനങ്ങളുമായിട്ട് പോവുകയായിരുന്നു. ഒരു സമയത്ത് ആ വണ്ടി മഴ മൂലമുണ്ടായ കുഴി കാണാതെ ആ കുഴിയിൽ വീണു. അപ്പോൾ ഭയങ്കര ദൈവവിശ്വാസിയായിരുന്ന അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. വേറൊന്നും നൽകാതെ അവിടെ മുട്ടുകുത്തിയിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയോ ദൈവത്തോട് കൈകൂപ്പിയോ, കഥയിലൂടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, പ്രാർത്ഥിച്ചു. ദൈവം, പണ്ടുകാലമായിരുന്നത് കൊണ്ട് കഥയാണ്, ദൈവം പ്രത്യക്ഷപ്പെട്ട് ഈ പ്രശ്നത്തെ നീക്കുമെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. പക്ഷെ ദൈവത്തിന് അവിടെ ദേഷ്യമാണ് ഉണ്ടായത്. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇതിനൊക്കെ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? നീ എൻ്റെ മുതുകുപയോഗിച്ച് അല്ലെങ്കിൽ നീ ശക്തമായിട്ട് ഈ വണ്ടിയെ തള്ളി അപ്പുറത്തേക്ക് എത്തിച്ച് യാത്ര മുൻപോട്ട് പോവുക, അത് താങ്കൾക്ക് സാധിക്കുമല്ലോ. ഈശ്വരനെന്ന് പറയുന്നത് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരർച്ചന അല്ലെങ്കിൽ ഈശ്വരന് അതൊന്നും മാറ്റിത്തരാൻ ഭഗവാനെ കൊണ്ട് സാധിക്കില്ല. നമ്മൾ തന്നെയാണ്. ജന്മങ്ങളിൽ ഏറ്റവും സുഹൃതമായ ജന്മമാണ് മനുഷ്യജന്മം. കാരണം നമുക്ക് ചിന്തിക്കാൻ വിവേകബുദ്ധിയുള്ള നല്ലൊരു തലച്ചോറ് നമുക്കുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ പട്ടിയെയും സിംഹത്തെയും എല്ലാം നമുക്ക് മെരുക്കാൻ കഴിയുന്നതും. നമുക്ക് പുതിയ പുതിയ, കാരണം പട്ടികളെന്നും പട്ടികളായിട്ട്, മൃഗങ്ങളെന്നും മൃഗസ്വഭാവങ്ങളുള്ളവരായിട്ട് തീരുകയാണ്. അതുപോലെ തന്നെ ധർമ്മത്തെക്കുറിച്ചും കുട്ടികൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അപ്പം ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം അവനവനിൽ ആത്മവിശ്വാസം വളർത്തി നമ്മൾ തന്നെ എല്ലാ പ്രശ്നങ്ങളെയും വ്യക്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ അതിനെ നേരിടാൻ കുട്ടികളെ ചെറുതിലെ പഠിപ്പിച്ചു കൊടുക്കുക. ഈ വണ്ടിക്കാരൻ്റെ കഥ ഞാൻ പറഞ്ഞു തന്നത് ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ ആ തടസ്സം മാറ്റി നമ്മൾ തന്നെയാണ് നമ്മുടെ തടസ്സങ്ങളെ, നമ്മുടെ വിഘ്നങ്ങളെ മാറ്റിയെടുക്കേണ്ടത്. ചില ഘട്ടത്തിൽ പ്രാർത്ഥന, സ്വയം അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള ആത്മവിശ്വാസം നമുക്ക് തന്നെ പോസിറ്റീവ് എനർജി നൽകി ആ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയും. കാരണം ഒന്നും സാധിച്ചു തരേണ്ടുന്നത് മറ്റുള്ളവരല്ല, നമ്മൾ തന്നെയാണ്. നമ്മളെക്കൊണ്ട് സാധിക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളിൽ മാത്രം മറ്റുള്ളവരുടെ സഹായം തേടുക. നമ്മുടെ കുട്ടികൾ അതീവ സമർത്ഥന്മാരും മിടുക്കന്മാരുമാണ്. കുട്ടികളെ വളരെ ചെറുതിലേ തന്നെ എല്ലാത്തിനെക്കുറിച്ചും വ്യക്തമായൊരു ധാരണയും കാഴ്ചപ്പാടും ബുദ്ധിപരവും തന്ത്രപരവുമായി ജീവിക്കാൻ അവരെ പഠിപ്പിച്ചു കൊടുത്താൽ ഒരു സമർത്ഥനായ ഒരു കുട്ടി മതി. ആ സമർത്ഥനായും ബുദ്ധിമാനും മനുഷ്യത്വമുള്ളൊരു കുട്ടിയാണെങ്കിൽ നല്ലൊരു രാഷ്ട്ര നേതാവും നല്ലൊരു ഓഫീസറുമായിട്ടിരുന്ന് അവർക്ക് തന്നെ ഒരുപാട് ലോകങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ നല്ലതായിട്ട് സൃഷ്ടിക്കാൻ കഴിയും. മനുഷ്യത്വം ഇതിനോടൊപ്പം തന്നെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി. അപ്പോൾ തന്നെ മണ്ടനാകാതെ ഒന്നിൽ ചെന്ന ആപത്തുകളിലും ചതിക്കുഴികളിലും ചാടാതെ ഇരിക്കാനും ഈ പറയുന്ന മെഡിറ്റേഷനുകളും പ്രാർത്ഥനകളും രാമായണവും മഹാഭാരതവും പേരൻസിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ചിട്ടയായ ഒരു ജീവിതക്രമവും കുട്ടികൾക്ക് ഒരുക്കി കൊടുത്താൽ നാളെ രാജ്യത്തിനും നമുക്കും അവർക്കും അവരുടെ ജീവിതവും ഏറ്റവും സന്തുഷ്ടവും ഏറ്റവും മികച്ചതാക്കി തീർക്കാനും കഴിയും.